മേട്ടുപ്പാളയത്ത് നിന്നും ഊട്ടിയിലേക്കൊരു ടോയ് ട്രെയിൻ യാത്ര. ഈ ട്രെയിനിൽ യാത്ര ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ആദ്യമായി ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ രാവിലെ ഒരു 3 മണി നേരത്ത് മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ വരി നിന്നുകൊണ്ട് ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ മേട്ടുപ്പാളയത്ത് രാത്രി 10 മണിയോടുകൂടി എത്തി അവിടെ സ്റ്റേ ചെയ്തു. 3 മണിയായപ്പോൾ ഞങ്ങൾ മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് 6 മണി വരെ വരി നിന്ന് ഞങ്ങൾക്ക് 6 മണിക്ക് ടോക്കൺ കിട്ടി. ആ ടോക്കണുമായി ഞങ്ങൾ പോയി ടിക്കറ്റ് എടുത്തു. ടോക്കണാണ് ആദ്യം നമുക്ക് ലഭിക്കുക. അതുമായി നമ്മൾ പോയി ടിക്കറ്റ് എടുക്കണം. ഒരു ദിവസം 28 ആളുകൾക്കാണ് ഇതിന് അവസരം ഉണ്ടാവുക. അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ 28 ആളുകൾക്കാണ് അവസരം ഉണ്ടാവുക. അങ്ങനെ ഞങ്ങൾ ഒരു 7:20 യാത്ര ആരംഭിച്ചു. ടോയ് ട്രെയിൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഹെറിറ്റേജ് ട്രെയിനുകളിൽ ഒന്നാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് പശ്ചിമഘട്ടത്തിലെ നീലഗിരി മലനിരകളിൽ എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. മലകളിലേക്കുള്ള ഗതാഗതം സൗകര്യമാക്കാനും പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഹിൽ സ്റ്റേഷനായ ഊട്ടിയിൽ എത്തിപ്പെടാനും സൗകര്യത്തിനു വേണ്ടിയാണ് നീലഗിരി മൗണ്ടൈൻ റെയിൽവേയുടെ പദ്ധതി ആരംഭിക്കുന്നത്. കുറെ ആളുകൾ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് മേട്ടുപ്പാളയം ടു ഊട്ടിയിലേക്കുള്ള ഈ ടോയ് ട്രെയിൻ യാത്ര. എങ്ങനെയാണ് അങ്ങോട്ട് എത്തിപ്പെടുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കുക എന്നറിയാത്ത പല ആളുകളുമുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. രാവിലെ 3 മണിക്ക് അവിടെ എത്തിയാൽ വരി നിന്ന് 6 മണിയാകുമ്പോഴേക്ക് നിങ്ങൾക്ക് ടിക്കറ്റ് ലഭിക്കും. ഒരു ദിവസം 28 ആളുകൾക്കാണ് ടിക്കറ്റ് ലഭിക്കുക. ഊട്ടിയിലേക്കുള്ള യാത്രാമാർഗം പ്രകൃതി സൗന്ദര്യം നിറഞ്ഞതാണ്. മുഴുവൻ പച്ചപ്പുള്ള ചായത്തോട്ടങ്ങൾ, വനങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ, വലിയ വലിയ മലകൾ എല്ലാം നമുക്ക് കാണാം. ഏകദേശം 250-ലധികം പാലങ്ങളും 16-ലധികം ടണലുകളും ടോയ് ട്രെയിൻ കടന്നു പോകുന്നുണ്ട്. യാത്രക്കാർക്ക് ഇത് സ്ലോ സ്പീഡ് കാരണം പ്രകൃതി സൗന്ദര്യം മുഴുവനായും ആസ്വദിക്കാൻ കഴിയും. ഇന്നും മേട്ടുപ്പാളയം ഊട്ടി ടോയ് ട്രെയിൻ ഒരു വലിയ വിനോദസഞ്ചാര ആകർഷണമാണ്. നാട്ടുകാരും വിനോദസഞ്ചാരികളും ഒരുപോലെ ഇതിൽ യാത്ര ചെയ്യുന്നുണ്ട്. ദിവസവും റെഗുലർ സർവീസ് ഉണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ 120 വർഷത്തിലേറെ പഴക്കമുള്ള ടോയ് ട്രെയിൻ മലഞ്ചെരുവുകൾ കീഴടക്കിയൊരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ്. പ്രകൃതി സൗന്ദര്യം, ചരിത്രം, പൈതൃകം ഇതെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. ഏകദേശം മേട്ടുപ്പാളയത്ത് നിന്നും ഊട്ടിയിലേക്ക് 4-5 മണിക്കൂർ എടുക്കുന്നുണ്ട്. ഇടയിലെല്ലാം ചില സ്ഥലങ്ങളിൽ നിർത്തി നമുക്ക് ഇറങ്ങാനുള്ള ഓപ്ഷനും ഉണ്ട്. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ചില സ്ഥലങ്ങളിൽ നമുക്ക് ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനുമെല്ലാം സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൊണ്ടുപോകുന്ന ഭക്ഷണ സാധനങ്ങളും എല്ലാം സുരക്ഷിതമായി വെക്കാനാണ്. കാരണം ഇവിടെയെല്ലാം കുരങ്ങന്മാരുണ്ട്. അവർ നമ്മുടെ ട്രെയിനിന്റെ ഉള്ളിലേക്ക് കയറി ഭക്ഷണ സാധനങ്ങളെല്ലാം എടുത്തു കൊണ്ടുപോകും. ഇടയ്ക്കിടയ്ക്കുള്ള സ്റ്റേഷനുകൾ നിർത്തി ഇവര് വെള്ളം നിറക്കും. നമ്മുടെ വണ്ടിയിൽ പെട്രോൾ അടിക്കുന്നത് പോലെ തന്നെയാണ് ഈ വണ്ടിയിൽ വെള്ളം നിറക്കുന്നത്. അത് ചൂടാക്കി അതിന്റെ ആവി കൊണ്ടാണ് ഈ ട്രെയിൻ പ്രവർത്തിക്കുന്നത്. പോകുന്ന വഴിയിൽ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഊട്ടിയിലേക്ക് സഞ്ചരിക്കുന്ന റോഡ് മാർഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഏകദേശം ഞങ്ങൾ കൂനൂർ എത്തിയിട്ടുണ്ട്. കൂനൂർ എത്താൻ നേരത്ത് നമുക്ക് റോഡുകളും അതുപോലെ തന്നെ വണ്ടികളും എല്ലാം കാണാൻ കഴിയും. അതിൻ്റെ തൊട്ടടുത്തു കൂടിയായിരിക്കും പിന്നീടുള്ള നമ്മുടെ യാത്ര. ഞങ്ങൾ കൂനൂർ കഴിഞ്ഞ് ഊട്ടിയിലെത്തി അവിടെ ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് തന്നെ ഞങ്ങൾ തിരിച്ച് നേരെ മേട്ടുപ്പാളയത്തേക്ക് ബസ് കയറി. കാരണം ഞങ്ങളുടെ വണ്ടി ഞങ്ങൾ മേട്ടുപ്പാളയത്ത് നിർത്തിയിട്ടിട്ടാണ് ഈ മേട്ടുപ്പാളയം ടു ഊട്ടി ടോയ് ട്രെയിൻ യാത്ര ചെയ്തത്. കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണേ.